വളരെ തിരക്ക് പിടിച്ചൊരു ദിവസം. ഇന്ന് മിനിസ്റ്ററുമായി ഒരു മീറ്റിംഗ് ഉണ്ട്. വളരെ നല്ലൊരു സാരി തേച്ച് വെച്ചിരുന്നു. രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കി സാരി ചുറ്റുന്നതിനിടയിലാണ് ഫോൺ റിങ് കേട്ടത്. നീലു മോളെ, ഉമ്മയുടെ ഫോണിങ് എടുക്ക്. അയ്യോ ഉമ്മി, ഒത്തിരി ലേറ്റ് ആയിടോ മാഡം. ഈ ഫോണൊക്കെ അടുത്ത് വെച്ചൂടെ? ദാ ഡോ, ഇന്ന് സുന്ദരിയായിട്ടുണ്ട്. ആണോ? ശരിക്കും മാഡം? താങ്ക്സ്. ഓ, വരവ് വെച്ചിരിക്കുന്നു. ഫോൺ എടുക്ക്. ഹലോ, ആരാണ്? മോളെ, നവീണിൻ്റെ അമ്മയാണ്. നവീൻ? ആ പേര് പോലും എന്നെ ചുട്ടുപൊള്ളിക്കുന്ന ഒന്നായിരുന്നു. ഒരു നിമിഷം പരിസരബോധം വീണ്ടെടുത്തു. പറഞ്ഞോളൂ, എന്താണ്? മോളെ, അവനിവിടെ അമൃത ഹോസ്പിറ്റലിലുണ്ട്. മോളെയും കുഞ്ഞിനെയും ഒന്ന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. അതിന് അയാളുമായി ഞങ്ങൾക്ക് ബന്ധമില്ലല്ലോ. കഴിഞ്ഞ 10 വർഷമായി ഇല്ലാത്ത ഒരു ബന്ധവും എനിക്കും വേണ്ട, എൻ്റെ മോൾക്കും. എനിക്ക് സമയമായി പോകാൻ. മോളെ ബുദ്ധിമുട്ടിക്കുകയല്ല. അവനിനി അധികമില്ല. മോളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. നിന്നെയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ വരൂ കുഞ്ഞേ. നിർബന്ധിക്കില്ല ഈ അമ്മ. അങ്ങേത്തലയ്ക്കൽ കോൾ കട്ടായി. കാലുകൾ ആരോ പിടിച്ച് വലിച്ച് താഴെ ഭൂതകാലത്തിൻ്റെ ഇരുണ്ട ഗുഹയ്ക്കുള്ളിലൂടെ. നവീൻ, ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പുരുഷൻ. PGക്ക് ശ്രീനാരായണ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ റിസർച്ച് സ്റ്റുഡൻ്റായ നവീണിനെ പരിചയപ്പെടുന്നത്. എല്ലാവരുടെയും നവീണേട്ടൻ. ഒരിക്കൽ എന്തോ കാര്യത്തിൻ്റെ ധൃതിയിൽ ഓടുന്നതിനിടയിൽ ഞങ്ങൾ ഇരുവരും കൂട്ടിമുട്ടി. ഞാൻ നിലത്തു വീണു. എൻ്റെ കൈ മുറിഞ്ഞു. അങ്ങനെ ഒരു മുറിവിലൂടെ പരിചയപ്പെട്ട അയാൾ തന്നെ ജീവിതത്തിൽ ഒരു ഉണങ്ങാത്ത മുറിവായി. പിന്നീട് അങ്ങോട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തിരക്കി പിടിച്ചു വന്ന് അതൊരു പ്രണയ അഭ്യർത്ഥനയായി. കൂട്ടുകാർക്കൊക്കെ അതിശയമായിരുന്നു. കാരണം നവീൻ കാണാൻ വളരെ സുന്ദരൻ, ആരെയും കൊതിപ്പിക്കുന്ന വ്യക്തിത്വവും. എല്ലാവരും എൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞു. എനിക്കും നവീണിനെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാനൊരു വലിയ മുസ്ലിം കുടുംബത്തിലെ അംഗമായിരുന്നു. ജാതി എനിക്ക് മുൻപിൽ വലിയ പ്രശ്നമായിരുന്നു. അത് നവീണിനോട് പറഞ്ഞപ്പോൾ ധൈര്യം തന്ന് ചേർത്ത് നിർത്തി. പിന്നീട് അങ്ങോട്ട് നല്ലൊരു പ്രണയകാല കുളിരോർമ്മകൾ തന്നെയായിരുന്നു. ആരെയും അസൂയപ്പെടുത്തുന്ന ഒരുതരം ഭ്രാന്തൻ സ്നേഹമായിരുന്നു ഞങ്ങളുടേത്. എല്ലാവരുടെയും നവീണേട്ടൻ എൻ്റെ മാത്രം നവിയായി മാറി. പഠിപ്പ് കഴിഞ്ഞ് വീട്ടിൽ കല്യാണാലോചനകൾ മുറുകിയപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഏതോ ഒരു ജൂൺ മാസത്തിലെ മഴ പെയ്യുന്ന ഒരു രാത്രിയിൽ നവിയുടെ കൈപിടിച്ചിറങ്ങി. കേസായി, വഴക്കായി. ഇങ്ങനെ ഒരു മകളില്ല എന്ന് പറഞ്ഞ് പടിയടച്ചു. നീ തുലഞ്ഞു പോകും ജഹന്നമേ എന്ന ശാപവാക്കും ചൊരിഞ്ഞു ഉപ്പയും ഉമ്മയും. എന്നേക്കുമായി പോയി. നവിയുടെ വീട്ടിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും പയ്യെ തണുത്തു. അവരുടേത് ബിസിനസ് ഫാമിലി ആയിരുന്നു. അമ്മ, അച്ഛൻ, അനിയനടങ്ങുന്ന കുടുംബം. ആദ്യ നാളുകൾ ചില്ലറ സ്വാരസ്യങ്ങൾ ഒഴികെ വളരെ നന്നായി പോയി. ഞങ്ങൾക്കിടയിലെ ആദ്യ പ്രശ്നം തട്ടമിടുന്നത് സംബന്ധിച്ചായിരുന്നു. ജാതി മാറണമെന്നും മറ്റും. ആദ്യം എതിർത്തെങ്കിലും പിന്നീട് ഞാൻ വഴങ്ങി. പല ദിവസങ്ങളിലും ഞങ്ങൾ വഴക്കിടാൻ തുടങ്ങി. പതിയെ പതിയെ ചെറിയ കാര്യങ്ങൾക്ക് പോലും തല്ലും. മർദ്ദനമുറകൾ ഓരോ ദിവസവും കൂടി വന്നു. നവിയുടെ അമ്മയും അച്ഛനും അതിൽ പങ്കുചേർന്നു. തിരക്കി വരാനോ ചെന്ന് കയറാനോ ഇടമില്ലാഞ്ഞതിനാൽ എല്ലാം മൂകം സഹിച്ചു. പകൽ മുഴുവൻ ജോലിഭാരം, രാത്രി നവിയുടെ വക ശാരീരിക ഉപദ്രവം. എല്ലാത്തിനും ഒടുവിൽ കാണുന്ന അശ്ലീല വീഡിയോകളുടെ അനുകരണം. അതെന്നിൽ ഏൽപ്പിക്കുന്ന മാനസികവും ശാരീരികവുമായ മുറിവുകൾ. കുളിക്കാൻ പോകുന്ന സമയങ്ങളിൽ ദേഹത്തെ മുറിവുകൾ കണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. മരണത്തെ ഇഷ്ടപ്പെട്ട നാളുകൾ. ഉപ്പാടെ ഉമ്മാടെ ശാപമാണെന്ന് കരുതി ആശ്വസിച്ച രാത്രികൾ. ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് വന്ന ചെറുവെട്ടമായിരുന്നു എൻ്റെ നീലു. അവൾക്കായി പിന്നീട് ജീവിതം. ഗർഭകാലത്തും ഏറെ അനുഭവിച്ചു. ഒരിക്കൽ തൊട്ടടുത്ത ക്ലബിൽ ഒരു ആരോഗ്യം ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് നവിയുടെ അമ്മ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ചാണ് സനു മാഷിനെ പരിചയപ്പെടുന്നത്. ക്ലബിൽ ഒരു സൗജന്യ PSC ക്ലാസ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും അമ്മ സമ്മതിച്ചില്ല. പക്ഷെ സനു മാഷ് വിട്ടില്ല. അമ്മ കാണാതെ പുസ്തകം കൊണ്ടു തന്നു. ചില നല്ല യൂട്യൂബ് ചാനലുകൾ പരിചയപ്പെടുത്തി. പിന്നീട് അങ്ങോട്ട് പോരാട്ടമായിരുന്നു. രാത്രികളെ പകലുകളാക്കി പഠിച്ചു. ആരും കാണാതെ, ആരും അറിയാതെ. കള്ളം പറഞ്ഞാണ് പരീക്ഷയ്ക്ക് പോയതുപോലും. ഒടുവിൽ അക്കൊല്ലത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, റാങ്ക് 90, കമ്മ്യൂണിറ്റിയിൽ 5. അഡ്വൈസ് കൊണ്ടുവന്ന് തന്നത് സനുമാഷാണ്. സന്തോഷം ഉള്ളിലടക്കി. ഒരിക്കൽ പടി കടന്നു വന്ന ഏരിയ കൗൺസിലറെയും പോലീസ് SIയെയും കണ്ട അമ്മയും നവിയും ഞെട്ടി നിന്നപ്പോൾ മുന്നിലേക്ക് ചെന്ന് ധൈര്യത്തോടെ ഞാനാണ് അവരെ പിടിച്ചതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ജോലിയായ കാര്യവും. അതുമാത്രമല്ല, അത്ര നാൾ അനുഭവിച്ച പീഡനങ്ങൾ പറയുകയും പോലീസ് സംരക്ഷണയിൽ മോളും ഞാനും എൻ്റെ സർട്ടിഫിക്കറ്റും മറ്റ് സാധനങ്ങളുമായി പടിയിറങ്ങി. പോകുമ്പോൾ നവിയോട് മാത്രം യാത്ര പറഞ്ഞു. വല്ലാത്ത ഒരുതരം ഭയം ആ കണ്ണുകളിൽ ഞാൻ കണ്ടു.
പോലീസ് തന്നെയാണ് എന്നെ എൻ്റെ വീട്ടിലെത്തിച്ചത്. അവർക്ക് ഇങ്ങനെ ഒരു മകളില്ലെന്ന് പറഞ്ഞ് ഉപ്പയും ഉമ്മയും അനിയൻ മാത്രം ഇറങ്ങി വന്നു. വിവരങ്ങൾ തിരക്കി. ഞാൻ പ്രതീക്ഷിച്ച പെരുമാറ്റമായിരുന്നു. അതുകൊണ്ട് വിഷമം തോന്നിയില്ല. പിന്നീടുള്ള 10 വർഷക്കാലം ഈ തിരുവനന്തപുരമാണ് എൻ്റെ വീട്. ഫോൺ നമ്പർ മാറ്റി ഭൂതകാലത്തിൻ്റെ എല്ലാ അവശേഷിപ്പുകളും തൂത്തെറിഞ്ഞ് ശുദ്ധി കലശം നടത്തി. പക്ഷേ ഇന്ന് പെട്ടെന്ന് ഒരുങ്ങിയിറങ്ങി മോളെ സ്കൂളിലാക്കി. മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ശങ്കരേട്ടനെ വിളിച്ച് മോളെ സ്കൂളിൽ നിന്നും വിളിപ്പിച്ചു. ഓഫീസിൽ നിന്നും ഒരു ദിവസം ലീവെടുത്തു. വീട്ടിലെത്തി വേഷം മാറി. അപ്പോഴും മോളോടൊന്നും പറഞ്ഞില്ല. മോളെ, നമുക്ക് എറണാകുളം വരെ പോകണം. എന്താ ഉമ്മി പെട്ടെന്ന്? അത് അച്ഛന് സുഖമില്ല, നിന്നെ ഒന്ന് കാണണം. അച്ഛൻ? അവളൊന്നും മിണ്ടിയില്ല. കണ്ണിറയുന്നത് ഞാൻ കണ്ടു. റെഡിയായിട്ട് വൈകിട്ട് തന്നെ ഇറങ്ങി. ഹോസ്പിറ്റൽ റിസപ്ഷൻ എത്തി. പേര് പറഞ്ഞു. റൂമിലാണത്രേ 702. റൂമിലേക്ക് നടന്നടുക്കും തോറും ഒരു കാലത്ത് എല്ലാമായിരുന്നവൻ, പിന്നീട് ജീവിതം തകർത്തവൻ, എൻ്റെ മോളുടെ അച്ഛൻ. റൂമിൽ തട്ടി. അമ്മയാണ് കതക് തുറന്ന് വന്നത്. അകത്തേക്ക് കടന്നപ്പോൾ കണ്ടു കട്ടിലിൽ ഒരു രൂപം. കവിളൊട്ടി, കണ്ണുകൾ കുഴിഞ്ഞ്, എല്ലുകൾ മാത്രം ഉയർന്നു പൊങ്ങുന്നത് പോലെ. മോളെ ചേർത്ത് പിടിച്ച് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഡാ ആരാ വന്നേന്ന് നോക്കിക്കേ. മോളെ, എന്നെ മനസ്സിലായോ? മനസ്സിലായി. അച്ഛൻ. ഉമ്മി എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് സുഖമാണോ മോളെ? സുഖം. ഞാൻ പുറത്തേക്കിറങ്ങി. അമ്മയും ഞാനിരുന്ന കസേരക്കരികിൽ ഇരുന്നു. അവർ അച്ഛനും മോളും സംസാരിക്കട്ടെ. നിന്റെ ഓഫീസിലെ പ്രദീപ് ആണ് നമ്പർ തന്നെ. നീ പോയതിൽ പിന്നെ മുഴുകുടിയനായി. കുടിച്ച് ഇങ്ങനെ. ആര് പറഞ്ഞാലും കേൾക്കില്ല. എപ്പോഴും ദേഷ്യം. ഈ അസുഖം തുടങ്ങിയിട്ട് 9 മാസത്തോളമായി. ഇനി അധികം ഇല്ലെന്ന്. അവർ പൊട്ടിക്കരഞ്ഞു. എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഉമ്മി വിളിക്കുന്നു. ഞാൻ അകത്തേക്ക് കയറി. ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. അൻസു, മരിക്കണേന് മുന്നേ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എല്ലാത്തിനും ക്ഷമ പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ മിണ്ടിയില്ല. എൻ്റെ അനുവാദം പോലും ചോദിക്കാതെ ബെഡ് സ്റ്റാൻഡിലിരുന്ന കൈ പിടിച്ചു. തീക്കട്ട പോലെ തോന്നി എനിക്ക്. നീ പോകുമെന്ന് ഞാൻ കരുതിയില്ല. ക്ഷമിക്കില്ല എന്നോട്. അധികം സംസാരിക്കേണ്ട. സമാധാനമായിരിക്കൂ. എല്ലാം ശരിയാവും. പ്രാർത്ഥിക്കാം. ഞാൻ ഇറങ്ങുന്നു. പിന്നീട് വരാം. തിരികെ പോകുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത്രയും ക്രൂരമായി എന്നെ തകർത്തിട്ടും ആ മനുഷ്യനെ പൂർണ്ണമായി വെറുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നെ ജീവിതം പഠിപ്പിച്ച മനുഷ്യൻ. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പുരുഷൻ. പ്രാർത്ഥിക്കാം. നല്ലത് വരട്ടെ. കാർ ഓടിക്കൊണ്ടേയിരുന്നു. ഒപ്പം ഞാനും. ഭൂതകാലത്തിൻ്റെ പാതാളക്കുഴിയിൽ നിന്നും വർത്തമാനത്തിൻ്റെ ഒറ്റയടി പാതയിലേക്ക്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.